ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് റെഡ് റിവർ ഗോർജിലാണ്. എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു നേച്ചുറൽ ഫ്രണ്ട്ലി ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ്. ക്യാൻ എക്സ്പീരിയൻസ് എവറിത്തിങ് ഇൻ വൺ ഗോ. അഡ്വഞ്ചർ വേണ്ട ആൾക്ക് അഡ്വഞ്ചറും ഉണ്ട്, ബട്ട് ഒരു സേഫ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും കിട്ടും. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ ഏകദേശം ഒരു 11 മണിയായി. നമ്മളെല്ലാവരും സ്കൈവേ വഴി ക്ലിഫിൻ്റെ ടോപ്പിലേക്ക് പോകാൻ പോവാണ്. ടിക്കറ്റ് എല്ലാം എടുത്ത് അപ്പം ഒരാൾക്ക് റൗണ്ട് ട്രിപ്പിന് $17, പിന്നെ വൺ വേ ആണെങ്കിൽ $11. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മേഘയാണ് പോകുന്നത്. നമുക്ക് പോകേണ്ട വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു റോപ്പിലാണ് സംഭവം. ഒരു ചെറിയ മോട്ടർ അവിടെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇറങ്ങി വരണം. അതിന് പ്രത്യേകിച്ചതിനൊന്നുമില്ല, ഒരു സീറ്റും പിന്നെ മൊത്തം അയൺ റോഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. വലിയ കവറിങ് ഒന്നുമില്ല. ഫുൾ ഓപ്പൺ ടു നേച്ചർ എന്ന രീതിയിലുള്ളൊരു സാധാ ചെയറാണ്. ഇതിനകത്ത് ഇരിക്കാനൊരു പേടി ഉണ്ടായിന്, പക്ഷെ കുഴപ്പമില്ല, സേഫായിരുന്നു. അപ്പം നമ്മൾ ആ ചെയർ നോക്കിയിരിക്കുകയെന്ന് മനസ്സിൽ 1, 2, 3 കൗണ്ട് ചെയ്തിരുന്നു. അവർ അയൺ റോഡ് അങ്ങ് വെച്ചന്ന്. അപ്പം പിന്നെ സെക്യൂറായിരുന്നു, എന്നാലൊരു പേടിയുണ്ട് പൊങ്ങുന്നതിന് എങ്ങനെയായിരിക്കും എന്ന്. ഇരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫോണും പിടിച്ച് എല്ലാം ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഫോൺ വീഴുവോ ഉള്ളൊരു പേടിയുണ്ട്. ആ പേടിയിലാണ് ഞാൻ ഇത് മൊത്തം പോർട്രേറ്റിലെടുത്തത്. ഇത് ലാൻഡ്സ്കേപ്പിലെടുക്കാൻ മറന്നുപോയി, വിട്ടുപോയി. പിന്നെ മേഘയാണ് ഓർമ്മിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇതിനകത്തിരുന്ന് പോവുകയാണ്. എല്ലാവരും കുറച്ച് പേര് മുന്നിലുണ്ട്, കുറച്ച് പേര് ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു 7-8 ഫാമിലീസ് ഉണ്ടാവും. മലയാളി, ഫുൾ മലയാളീസ്. അപ്പം ഒരു മിനി കേരളം പോലെയാണ്. കണ്ണൂരും തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട്, അങ്ങനെ. നമ്മളെ ഫ്രണ്ടിൽ എൻ്റെ അനിയത്തിയും ആരുഷ്യം പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് ചെറുങ്ങനെ പൊന്താൻ തുടങ്ങി. അങ്ങനെ വലിയ പേടിക്കാനുള്ള ഒരു ഡെപ്തൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാരണ TV-യിലൊക്കെ കാണുമ്പോൾ വലിയ ക്ലിഫൊക്കെ കയറി റോപ്പെല്ലാം അത് കവേർഡായിരിക്കും മൊത്തമായിട്ട്. ഇതങ്ങനെ വലിയ ഡെപ്തില്ല, എന്നാലും അത്യാവശ്യം ഉയരത്തിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് ക്ലിഫിൻ്റെ ടോപ്പൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ആ ചെയർ ഇങ്ങോട്ട് വരുന്ന കാണാം. അതിനകത്ത് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല ഹൈറ്റിലാന്ന് തോന്നുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ആൾക്കാരൊക്കെ വളരെ റിലാക്സ് ചെയ്ത ചെയറിലിരുന്ന് വരുന്ന കാണാം. അവർ ഭയങ്കര ആസ്വദിച്ചിരുന്ന പോലെയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് ഉയർന്നിരുന്നിരുന്നതിനെ പേടി കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പാട്ടെല്ലാം പാടി നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഇതാ നമ്മൾ ടോപ്പിലെത്തി. ആദ്യത്തെ ആളിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്തിയ ആളൊക്കെ എല്ലാവരും അൺലോഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നോക്കുമ്പം ഇത് നല്ല ഹൈറ്റിൽ തന്നെയാണ്. ഇപ്പം ഇവിടുന്ന് കാണുമ്പോൾ ആ ഒരു പ്രദേശം മൊത്തം കാണാം. ഫുൾ കാടാണ്. ഇതൊരു ഓൾമോസ്റ്റ് 29,000 ഏക്കേഴ്സിൻ്റെ. അങ്ങ് ദൂരെ നമ്മൾ വന്ന വഴി കാണാം, ഒരു കാർ വന്നുണ്ടോ. അപ്പം ഇത്രയും ദൂരം നമ്മൾ ഈ റോപ്പ് വേയിൽ വന്ന് എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇതെൻ്റെ അനിയത്തിയാണ്. നമ്മളെല്ലാവരും അങ്ങോട്ട് നോക്കി കുറേ സമയം ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ക്രൂ. അങ്ങനെ നമ്മൾ നടന്ന് നെക്സ്റ്റ് സ്പോട്ട്, അതായത് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര നാരോ ആണ്. ഒരാൾക്ക് 1 at a ടൈം എന്ന രീതിയിൽ പോകാം. നേച്ചർ പ്രിസർവ് ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇപ്പം കൈവരിയാണെങ്കിൽ മൊത്തം മരത്തിൻ്റെ ആണ്. അപ്പം നമുക്കാ ഒരു ഫീല് കിട്ടും. ഒന്നും ആർട്ടിഫിഷ്യലായിട്ടൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഈ സ്റ്റെപ്സ് കണ്ടാലും ഇങ്ങനെ ഒരു നേച്ചറിൽ അങ്ങ് ഉണ്ടായ പോലെയാണ്. എന്താ പറയുക, സേഫ്റ്റി ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ലൈക്ക് ഇങ്ങനൊരു കൈവരി വെച്ചതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇതിൽ നടക്കും നമുക്ക് കാണാം. ഒരു നാരോ ബ്രിഡ്ജാണ്. ലൈക്ക് ഇതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതായത് ദ നേച്ചുറൽ ബ്രിഡ്ജ്. 2 വലിയ ക്ലിഫിനെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ബ്രിഡ്ജാണ്. അത് നേച്ചുറലി ഫോംഡാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ നടക്കുവാണ്. അപ്പം ഇത് കണ്ടോ, ഒരു കൈവരിയോ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്, കൈയൊക്കെ പിടിച്ച് നടക്കുന്നു. അപ്പം സൈഡിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ലോണം സ്മൂത്താണ് കല്ല്. അപ്പം വഴുക്കി വീഴാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല, നടക്കും കുഴപ്പമില്ല.
പിന്നെ നമുക്കൊന്ന് ഫോട്ടോ എല്ലാം എടുക്കാൻ ഞാനൊന്ന് പോയി നോക്കി. അപ്പം നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം നമുക്ക് അപ്പുറത്ത് ഒരു അടുത്ത വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അവിടെ കുറച്ച് പേര് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോവാണ്. എല്ലാവരും ഇങ്ങനെ നടന്ന് എല്ലാം കണ്ടു പോവാണ്. വേറെ എവിടെയും പോയി സാഹസികത കാണിക്കുകയൊന്നുമില്ല. നമ്മളിപ്പോൾ പാലം കടന്ന് അപ്പുറം വന്നു. അപ്പം അതാ അവിടെ സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാലത്തിൻ്റെ താഴെ ഇറങ്ങി നോക്കാം. സ്റ്റെപ്പ് ഇറങ്ങി പാലത്തിൻ്റെ അടിയിലെന്ന് നോക്കുന്നത്. നമ്മളിവിടെ താഴെത്തിപ്പോൾ ഒരു ട്വിസ്റ്റ്, മഞ്ഞുമ്മൽ ബോയ്സ് പോലെ ഒരു ഫീൽ വന്നു. അതാ ഈ 2 പാറേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകണം. അപ്പോൾ ഈ പാറേൻ്റെ ഇടയിലൂടെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ വിചാരിച്ചില്ല. പക്ഷെ വലിയ അങ്ങനെ പേടിപ്പെടുത്തുന്നതല്ല, പക്ഷേ ഒരു ഫീല് തരും, ഒരു മഞ്ഞുമ്മൽ ഫീൽ വരും നമുക്ക്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും മുന്നോട്ട് നടക്കുകയാണ്. നടന്ന് നമ്മൾ പുറത്തേക്ക് എത്തുമ്പോൾ ഒരു നല്ലൊരു ഫീലായിരുന്നു. നല്ല പൊടിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ആ ഡ്രസ്സിൽ മേലെ നല്ല പൊടി ഉണ്ടായിന്. അങ്ങനെ നമ്മളിവിടെ നടന്നു വരുമ്പോഴത്തേനും ആ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ നല്ല താഴെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. മുമ്പേ നമ്മൾ നിന്നത് ഇതിൻ്റെ മുകളിലാണ്. പക്ഷെ മുകളിൽ നിന്ന് നിൽക്കുമ്പോഴത്തേനും നമുക്കിതൊരു വലിയ വിഡ്ത്തായിട്ട് തോന്നും. പക്ഷേ ഈ താഴെ നോക്കുമ്പോഴത്തേനും അത്രയും വിഡ്ത്ത് തോന്നത്തില്ല. നമ്മളപ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്ത് പെട്ടെന്ന് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അപ്പം എല്ലാവരും വന്ന് ഇനി എല്ലാവരും ഒന്നിച്ച് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന്. പക്ഷേ നമ്മൾ ഒരു സ്പോട്ട് മിസ് ചെയ്തിട്ടില്ല. എല്ലാ സ്പോട്ടിലും പോയി ഫോട്ടോ എടുത്തായിരുന്നു. കാരണം അത്രയും ഭംഗിയാണ്. നമ്മൾ നടക്കുന്ന വഴി മൊത്തം ഇപ്പം ഇലകളൊക്കെ കളർ മാറി റെഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഓട്ടം വൈബ്, ഫോൾ വൈബ്. ഇവിടെ ഫോൾ എന്നാണ് പറയുക. നമ്മൾ ഓട്ടം അങ്ങനെയല്ലേ സീസണിൽ പഠിച്ചത്. അപ്പം ഇലകൾ വീകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഫോൾ എന്നാന്ന് തോന്നുന്നു ഇവർ പറയുന്നത്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല ഈ പോകുന്ന വഴിയിൽ. അതുകൊണ്ട് നല്ലോണം നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റിയൊരു ഗ്യാപ്പായിരുന്നു. നമ്മൾ പിന്നെ 2 സൈഡിലും നല്ല വുഡൻ ഹാൻഡ് റെയിൽ. അപ്പം ഇനി നടന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്ത് നടക്കാൻ നല്ല രസമായിരുന്നു. നമ്മൾ നടക്കുന്നതിൽ ഈ പാറേൻ്റെ മുകളിലൂട്ടിയാണ് കേട്ടോ. വ്യൂ പോയിന്റ് എത്താനാകുമ്പം പിന്നെ ഇങ്ങനത്തെ ഒരു അണീവൺ പാത്തായിരുന്നു. അപ്പം നടക്കുമ്പോൾ സൂക്ഷിച്ചോണ്ട് നടക്കെ. ഞാൻ ഈ വ്ളോഗും പിടിച്ച് ചെയ്ത് പോകുമ്പോൾ മാനത്ത് നോക്കി നടന്നുകൊണ്ട് അതുകൊണ്ട് നല്ല വീകുന്ന നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ എത്തി. ഇവിടെ നിറച്ചു ആൾക്കാരാണ് ഗൈസ്. നമ്മൾ തന്നെ ഒരു 10-16 ആളുണ്ടാവും. പിന്നെ കുറച്ച് ഇവിടുത്തെ ആൾക്കാരാണ്, അമേരിക്കൻസ് തന്നെ അധികം ഉള്ളത്. അപ്പം ഇതാണ് വ്യൂ. ഫുൾ കാടാണ്. ഇത് മൊത്തം
മൊത്തം കാട്. അവിടെ ദൂരെ നമുക്ക് പാലം കാണാം. അപ്പം അങ്ങോട്ട് തറ്റത്ത് പോകാൻ പേടിയുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. ഞാൻ ആ തറ്റത്ത് പോയിട്ട് താഴെ എന്നുള്ളത് നോക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. പക്ഷേ അത്ര ധൈര്യമില്ല. താഴെയും കാട് തന്നെയാണ്. പിന്നെ ബാക്കിൽ നിന്ന് അമ്മ പിടിച്ച് വിളിക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ. നമ്മൾ ഗൈസ്, അപ്പം നമ്മളിനി തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പം ഈ കയറിയ മല, ഈ സ്കൈ ലിഫ്റ്റിൽ കയറിയ മല ഇന്ന് നമ്മൾ നടന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് പാലത്തിൻ്റെ അടിയിലൂടെയാണ് ഈ വഴി. അപ്പം അങ്ങോട്ടേക്ക് തിരിച്ച് പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. തിരിച്ച് നടക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നു. നമ്മൾ വന്ന വഴിയെല്ലാം ബിസിയായി ഉണ്ടോ. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ കയറി സൈഡ് നിന്നു. ചെറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് ഇവർ വരുമോ. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇത് കണ്ട എന്ത് ബ്യൂട്ടിഫുള്ളായി മരം. ഈ ഒരു കാട് നമുക്ക് ഇത്രയും തിക്ക് ഫോറസ്റ്റാണ്, പക്ഷേ ഇപ്പം ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ക്ലിയറായി കാണാം. അതുകൊണ്ട് വലിയ പേടിയും ഇല്ല. ഒരു സേഫായിട്ട് നടന്നു പോകാം. എല്ലാം കാണാനും പറ്റുന്നുണ്ട്. നല്ലൊരു ടൈമാണ്. ഫോൾ ടൈമിന് ഇങ്ങനെ ഫോറസ്റ്റ് സന്ദർശിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പം നമ്മൾ വന്ന വഴി പോവുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ വീണ്ടും പോകണം. അതിലെയാണ് നമുക്ക് വഴി തിരിച്ചു പോകേണ്ടത്. ഇതിലെയാണ് നമ്മളിനി തിരിച്ചിറങ്ങേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ നല്ല ഒരു വൈബ് തോന്നുന്നുണ്ട്. പാറ, ഈ സ്റ്റെപ്സൊക്കെ പാറ കൊണ്ട് അങ്ങനെ ചെയ്ത പോലെയാണ്. ആരും ഉണ്ടാക്കിയതൊന്നുമല്ല, ജസ്റ്റ്. ഇന്ന് വരുന്നതിന് മുന്നേ ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയപ്പം 8 to 11 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റും സ്വെറ്ററെല്ലാം ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോൾ തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സണ്ണി ആയതുകൊണ്ട് നമുക്ക് ആ തണുപ്പ് ഒട്ടും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജാക്കറ്റെല്ലാം ഊരി വെച്ച് ഒരു സണ്ണി കോൾഡ് വൈബ്. എന്നാൽ ഒട്ടും ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ബെസ്റ്റ് ടൈം ടു കം ഹിയർ തോന്നി. അപ്പോൾ ഇവിടെ ഇത് കാണാൻ ഫുൾ കളറൊക്കെ മാറി. മരത്തിൻ്റെ കളറെല്ലാം ഏകദേശം യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോൾ സീസണാണ്. ഫോൾ സീസൺ ഏകദേശം മിഡായി. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബ് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസെല്ലാം ഇടലുണ്ട്. അപ്പോൾ ഇതെൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഇത് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പോകുന്ന വഴി കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമായിരുന്നു. നല്ല കാണാത്തൊരു കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ബെസ്റ്റ് ടൈം, വ്ളോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ തുടങ്ങി. അതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അവിടെ എത്തിയതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഏതേതാ സ്ഥലം എന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. ഇത് അമേരിക്കയിലെ കെൻഡക്കി എന്ന സ്റ്റേറ്റിലെ ഒരു നാഷണൽ പാർക്കാണ്. സോ ബാക്ക് ടു ഇനി നമ്മളെ ട്രിപ്പ്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇറങ്ങും. കുറച്ച് പേര് റൗണ്ട് ട്രിപ്പ് എടുത്തുകൊണ്ട് 2-4 പേര് അങ്ങനെ പോയി. അപ്പം ബാക്കി എല്ലാവരും നടന്നിറങ്ങേണ്ട പ്ലാനാണ്. അപ്പോൾ ഒരു ടീമായിട്ടാണ് വന്നത്, പക്ഷെ സ്പ്ലിറ്റായിട്ടാണ് ഉള്ളത്. കുറച്ച് പേര് ആദ്യമേ പോയി, പിന്നെ കുറച്ച് പേര് നടുക്ക്. അപ്പം ഞാനുള്ള ടീമാണ് ലാസ്റ്റ് ഉള്ളത്. ഞാനിങ്ങനെ മെല്ലനെ ഫോട്ടോസൊക്കെ എടുത്ത് ആസ്വദിച്ച് പോകാമെന്നുള്ള രീതിക്ക് മെല്ലനെ ഇറങ്ങിയാണ്. പിന്നെ ഫോണുള്ളതുകൊണ്ട് കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണമല്ലോ. ഇതുണ്ട് എന്ത് വലുതായി പാറ. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്
ഇത് നല്ല കാടന്നെ തിക്ക് ഫോറസ്റ്റാണ്, പക്ഷെ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ഇതിലേ കണ്ടോ കയറുന്നുണ്ട്, ആൾക്കാർ കയറി വരുന്നതും കാണാൻ പറ്റും. ചില ആൾക്കാർ റൗണ്ട് ട്രിപ്പ് എടുക്കാതെ അപ്പ് ആൻഡ് ഡൗൺ നടന്നിട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങളെല്ലാ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ എടുത്തെടുത്താന്ന് ഇറങ്ങാനായി നമ്മൾ കുറേ ടൈം എടുത്തു. നമ്മൾ ഈ നടക്കുമ്പോൾ അറിഞ്ഞതേ ഇല്ല ഇത്രയും നമ്മൾ നടന്നോ എത്രയും ടൈം പോയി എന്നൊന്നും അറിയുന്നുണ്ടായില്ല. ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയി. കാരണം ഓരോ ഇങ്ങനെ നമ്മൾ നടക്കുന്നതിന് നമുക്ക് ഓരോ വ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ വലിയ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കാനും സുഖമുണ്ട്. പിന്നെ ഇവിടെ വന്ന് അമേരിക്കയിൽ വന്നിട്ട് ഞാൻ ഇത്രയും നടന്നിട്ടുണ്ടോ ഇല്ല, പക്ഷെ ഇത്രയും എൻജോയ് ചെയ്ത് നടന്നിട്ടില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ലൈക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്നിൻ്റെ മണ്ടേക്ക് ഇരിക്കും. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു. ലൈക്ക് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആകുമ്പം അങ്കിൾമാരും ആൻറ്റിമാരും പിന്നെ അവരുടെ മക്കളും, അപ്പം എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തൊരു സാധനമാണ്. ഫ്രം ദ ബിസി ഷെഡ്യൂൾ എല്ലാവരും ടൈം എടുത്ത് ലൈക്ക് ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവർക്കും എല്ലാവരും ഓടിച്ചാടി അതിൻ്റെയും ഇതിൻ്റെയും മണ്ടയിൽ കയറിയിരിക്കാൻ ഭയങ്കര എനർജി ആയിരുന്നു. നമ്മുടെ നാട്ടിലെ കാടെന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണല്ലോ, എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പം എപ്പോഴും സൺലൈറ്റ് ഒന്നും അങ്ങനെ കിട്ടൂല, തിക്ക് ഫോറസ്റ്റ് അല്ലേ. അപ്പം ഈ അട്ടേൻ്റെ ശല്യം അതൊക്കെ നമ്മളൊരു പേടിയോടെ അല്ലേ ഇതിൽ നടക്കും. ഇവിടെയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല, ഫുൾ ഡ്രൈ ആണ്. പക്ഷെ പേടി ഉണ്ടായിരുന്നു. ഈ ഗുഹേൻ്റെ ഈ കേവ്സ് പോലെയല്ലേ, അപ്പം ഈ തുളയിൽ ഓരോ അതിൽ ബിയർ ഉണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയും കണ്ടു എന്നൊക്കെ പറഞ്ഞ് ബിയർ അറ്റാക്ക് കുറേ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. വരും, ഏത് ഭാഗത്തൂടെ വരും, എന്ത് ചെയ്യണമെന്നല്ല. പക്ഷെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, അതിനെ പേടിപ്പിക്കാൻ നമ്മൾ മതിയെന്ന് തോന്നി. അപ്പം അങ്ങനെ ധൈര്യം സംഭരിച്ച് നടന്നു പോയി. പക്ഷെ നമ്മൾ ഓരോ സ്പോട്ടിലെത്തി ഓരോ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മെയിൻ ഫോട്ടോഗ്രാഫറാണ് രാജേഷ്. പങ്കളെല്ലാവരും ഫോട്ടോസ് എടുക്കും. നമ്മളതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറേ ദുഷ്കരമായ പാതകളായിരുന്നു ഗൈസ്. അപ്പം സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉള്ള സ്റ്റെപ്സ് ആയിരുന്നു. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇത് എൻ്റെ ആദ്യത്തെ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കെൻറ്റക്കിയിൽ കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഹൈക്ക് ചെയ്യാൻ പറ്റിയ, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. കെൻറ്റക്കീൻ്റെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുമ്പോൾ നല്ല ഹില്ലി ഏരിയാസാണ്, നല്ല തിക്ക് ഫോറസ്റ്റ് ഉണ്ട് അവിടെ. അപ്പം അങ്ങോട്ട് തന്നെയാണ് വേൾഡ്സ് ലാർജസ്റ്റ് കേവ് എന്ന് പറയുന്നത് മാമത്ത് കേവ് ഉള്ളത്. മാമത്ത് കേവ് നാഷണൽ പാർക്കും ഇതുവഴി തന്നെയാണ്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ പേരത് വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട് അമേരിക്കയിൽ നിന്ന് തന്നെ. പക്ഷേ ഇത്രയും അടുത്തായിട്ട് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഞാൻ നെക്സ്റ്റ് ഇനി അങ്ങോട്ടായിരിക്കും. കെൻറ്റക്കി എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ ഇതാണ് KFCയുടെ നാട്. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ അപ്പൂപ്പൻ ഉണ്ടാക്കിയത് കെൻറ്റക്കിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ KFCൻ്റെ ഉത്ഭവം കെൻറ്റക്കിയിൽ നിന്നാണ്.
ഇങ്ങനെ നടന്നു വരുമ്പം ഇതാ ഇവിടെ ഒരാൾ ഈ കല്ലിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഒന്നുമില്ല, ഒരു എക്യുപ്മെൻ്റ് ഒന്നുമില്ല, പിടിച്ച് കയറുമെന്ന് ആ പാറേൻ്റെ മുകളിൽ. അപ്പോൾ അവരുടെ ഭാര്യയാണ് അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ നടക്കുന്നതൊന്നും ഒന്നുമല്ല, ഇവർ സ്വന്തമായി ഒരു എക്യുപ്മെൻ്റും ഇല്ല, കൈയും വെച്ചിട്ടാണ് ഓരോ പാറേൻ്റെ മുകളിൽ കയറുന്നു. ഞാനാണ് ഇത് വെറുതെ നടക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കാൻ അടുത്ത സ്പോട്ട് കിട്ടി. ഇതും ഒരു വലിയ പാറയാണ്. ഇത് കണ്ട പാറ പൊട്ടീൻ്റെ ഇതാണ് കാണുന്നത്, വലിയ വെള്ളം ഒലിച്ച് വരുന്നതിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തി, ഇതെന്താ സംഭവം നല്ല നോക്കി അങ്ങനെ ഇറങ്ങി. നമ്മൾ ഇറങ്ങണം പെട്ടെന്ന്, കാരണം നമ്മളെ മുന്നിലുണ്ടായവരൊക്കെ പെട്ടെന്ന് അവിടെ എത്തി. അവർ നമ്മൾ എത്താറായി, ഞങ്ങളിപ്പോൾ എവിടെയോ ആണുള്ളത്. നമുക്ക് പോകേണ്ട വഴി ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓരോ മരത്തിൽ മഞ്ഞ കളറ് കാർഡ് വെച്ച് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാന്ന് തോന്നും ഡൗൺ ഹിൽ. അപ്പ് ഹില്ലിനത് പിങ്ക് കളറ് കാർഡാണ്. അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഒരു വഴി പോകുമ്പോൾ 2 ഡീവിയേഷൻ കാണാം. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഹായ് ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ അമ്മ. പിങ്ക് ഇട്ടത്, വൈറ്റ് ഇട്ടതാണ് ആൻറ്റി. അപ്പം ഇവരാണ് എൻ്റെ ഇപ്പോഴത്തെ കൂട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ മുന്നിൽ നീങ്ങിപ്പോയല്ലോ. അപ്പം ഞാനും ഇവരും മാത്രമേ ഉള്ളൂ. ഇപ്പം ബാക്കിൽ അങ്കിൾമാരും അച്ഛനും വരുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത വീഡിയോ എല്ലാം 2x സ്പീഡിലുള്ളത്. ഇല്ല പിന്നെ ബോറടിക്കുമല്ലോ. ഒരു സിനിമ എടുക്കേണ്ടത്ര ഡ്യൂറേഷൻ ഉണ്ട് ഇതിനകത്ത് ഞാൻ എടുത്ത വീഡിയോസ് മൊത്തം. ഒരു സ്പോട്ടും വിടാണ്ട്, ക്യാമറ കയ്യിൽ നിന്ന് വിടാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ നടക്കുന്തോറും ഈ പാത്ത് ഭയങ്കര മോശമായി വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പാറ കൊണ്ടല്ലേ, അപ്പം ചില സ്റ്റെപ്സൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ഭയങ്കര സ്മൂത്തായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ കാല് വെച്ചാലും സ്ലിപ്പാവേണ്ട ചാൻസ് ഉള്ള റോക്കാണ്. പിന്നെ ഈ സാൻഡ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ആ പൊടികളും അല്ല ഇങ്ങനെ ചരളും, അപ്പം അങ്ങനെ നമ്മൾ സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്.
അപ്പോൾ നല്ല നീളമുള്ള മരങ്ങളുമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള വെജിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പൈൻ, പിന്നെ ഓക്ക്, പിന്നെ മേപ്പിളിൻ്റെ മരങ്ങൾ, മേപ്പിൾ ട്രീ, ഷുഗർ മേപ്പിൾ, റെഡ് മേപ്പിൾ, അങ്ങനത്തെ കുറേ മരങ്ങളാണെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ദൂരം നടന്ന് വന്നപ്പോഴത്തേക്കും നല്ല എന്താ പറയുക ഓടിക്കളിക്കേണ്ട സ്ഥലമുണ്ട്. ഇത്രയും നമ്മൾ ഒരു നെറോ പാത്തിലാണ് നടന്നെങ്കിൽ ഇപ്പം കണ്ടോ സൈഡ് മൊത്തം കുറേ സ്ഥലമാണ്, നമുക്ക് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിയാം. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തേണ്ട ഇതിൽ നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു 360 ഡിഗ്രി സെൽഫി എടുക്കാൻ വിചാരിച്ചു. അത് കണ്ടോ കളറിങ്ങനെ എന്തൊരു ഭംഗിയ. ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെയും മുന്നിലേക്ക് നടന്നു. ഇപ്പം എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇതെന്തേ ഇത് തീരാത്തേന്ന്, പക്ഷെ അന്നേരം നടക്കുമ്പം ഇങ്ങനെയും ഇത്രയും നടന്നെന്ന് അറിഞ്ഞ പോലുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ പാർക്കിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൈഡ് കയറുമല്ലോ, അന്നേരം നമുക്ക് വരേണ്ട ഒരു മൂഡുണ്ടാവില്ല. അതേ സിറ്റുവേഷനായിരുന്നു ഇവിടെ. നമ്മൾ ഓരോ നടക്കുന്നതിന് ഓരോ സ്റ്റെപ്സ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് വഴി, ഡിഫറെൻറ്റ് ടൈപ്പ് പാറ, ഡിഫറെൻറ്റ് ടൈപ്പ് മരങ്ങൾ. അപ്പം നമുക്ക് ബോറടിക്കുന്നില്ല, നടക്കുന്നത് അറിയുന്നുമില്ല. പിന്നെ നമ്മൾ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ വരുമ്പം സംസാരിച്ച് അപ്പം ഞാൻ മാത്രമേ ഇപ്പോൾ ഇവരെ കൂടെ ഉള്ളൂ. ബാക്കി എല്ലാ പിള്ളേരും നേരത്തെ പോയി. അവർ മേഘ പിന്നെ റൗണ്ട് ട്രിപ്പായിരുന്നു, അപ്പോൾ അവളങ്ങനെ പോയി. ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ നടന്നെത്തി. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി ഇങ്ങനെ ലേറ്റ് ആയത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മളുണ്ട് ഓരോ മരം ഓരോ കല്ലും ഇങ്ങനെ തൊട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വേറെ ഒരു വൈബായിരുന്നു. പക്ഷേ വെയിറ്റ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചെറുങ്ങനെ വിശന്ന് തുടങ്ങിയായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്ന് സ്പീഡാക്കുവാണ്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റിന് പൊട്ടി വീണ മരാന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ കയറി കുറേ ഫോട്ടോസ് എടുത്തു. ഇനി പാലം കഴിഞ്ഞ് ഇനി സ്ട്രൈറ്റ് ഒരു വഴിയാണ്, റോഡ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം എത്തി. അപ്പം നമ്മൾ എത്തിയിട്ട് പോകാൻ പോകുന്നത് ലാ കാബോസ് എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം വരുന്ന വഴിക്ക് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു പ്ലാറ്ററാണ് വരിക. അപ്പം അതെന്തായാലും തിന്ന് തീർക്കുമ്പോൾ തന്നെ ഫുള്ളാവും. അങ്ങനെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ഞാനും എൻ്റെ ഷെയർ ആയിരുന്നു, നമുക്ക് കണക്കായ ക്വാണ്ടിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി അപ്പം നമ്മൾ ഹൈക്ക് കഴിഞ്ഞിട്ട് 12 മണിക്ക് എത്തണം എന്നായിരുന്നു. പക്ഷേങ്കിൽ 2 മണിയായി, 2:15 കഴിഞ്ഞായിരുന്നു നമ്മൾ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ പിന്നെ ഹോട്ടലിൽ പോയി ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ വിചാരിച്ച പോലെ ലൈറ്റ് ആയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ആയപ്പം കുറേ ടൈം എടുത്തു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പം തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 4-4:30 അപ്പോൾ അടുത്ത സ്പോട്ട് കയാക്കിംഗ് ആയിരുന്നു. പക്ഷെ അത് 5 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ആയി. അതുകൊണ്ട് നമുക്ക് അതിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് ലെക്സിങ്ടണിലേക്ക് വരികയാണ്. അപ്പം വരുന്ന വഴി നമ്മൾ എടുക്കേണ്ട എക്സിറ്റ് ചെറുതായി മാറി. അതുകൊണ്ട് നമ്മൾ പിന്നെയും ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ തന്നെ കുറേ മല, പിന്നെ കുറേ വലിയ പാടം, പിന്നെ ഇപ്പോൾ ഫോൾ ആയതുകൊണ്ട് തന്നെ എല്ലാം ഉണങ്ങിയല്ലോ. അപ്പം അങ്ങനെ അങ്ങ് ദൂരേക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് ലൈറ്റ് എത്തുമ്പോൾ നമ്മൾ എത്തുമ്പോൾ ഏകദേശം 6:30. എന്നാലും നല്ലൊരു സൺഡേ ആയിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ ട്രിപ്പിങ്ങിന് സക്സസ്ഫുള്ളായി പോയി വരാൻ പറ്റിയത് സന്തോഷം. അപ്പം ഇനിയും നല്ല വീഡിയോസും നല്ല ട്രിപ്പ് എക്സ്പീരിയൻസുമായി ഞാൻ വരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.